ഇറാനെയല്ല ഇനി ഇസ്രയേലിന് നേരിടാനുള്ളത്. കൂടുതൽ കരുത്തായ ഒറ്റക്കെട്ടായ എല്ലാ ഭീഷണികളും നേരിടാൻ ദൃഢനിശ്ചയം ചെയ്ത ഇറാനാണ് ഇനി അവരെ കാത്തിരിക്കുന്നത്. സ്വന്തം പ്രതിരോധ ശേഷിയും ആണവ സന്നാഹങ്ങളും കൂടുതൽ മൂർച്ച കൂട്ടാനുള്ള അവസരം കൂടിയാണ് അവർ ഇറാന് തുറന്നു കൊടുത്തിരിക്കുന്നത്. സാങ്കേതിക തികവിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്ന്. സുരക്ഷയുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും കവച്ചുവെക്കുന്ന തരത്തിലുള്ള വൻ സന്നാഹങ്ങളും സംവിധാനങ്ങളും, ശത്രുവിന്റെ ഏത് നീക്കവും മണത്തറിയാൻ ശേഷിയുള്ള അപാരമായ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇതിനു പുറമെ. ഇതെല്ലാം ഇരിക്കുമ്പോഴും ചുറ്റുമുള്ള രാഷ്ട്രങ്ങളാലും സംഘങ്ങളാലും നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന രാജ്യം 2025 ജൂൺ 13 വരെ അതായിരുന്നു ഇസ്രയേൽ. ജൂൺ 13 പുലർച്ചെ 3 മണി തൊട്ട് ഇസ്രയേലിന്റെ മിസൈൽ വർഷമായിരുന്നു. ഇറാന്റെ വ്യോമാതിർത്തി കടന്നും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചു. ഇറാൻ കാര്യമായൊരു പ്രതികാരത്തിലേക്ക് പോകില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു ഇസ്രയേൽ. എന്നാൽ കാര്യങ്ങൾ മാറിമറിയാൻ മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് 12 നാൾ ഇസ്രയേലിന് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കഠിന കാലമായിരുന്നു. തങ്ങൾ തന്നെ വെച്ച കുഴിയിൽ നിന്നും കരകയറാൻ ഒടുവിൽ പരസ്യമായി അമേരിക്കയുടെ കാല് പിടിക്കേണ്ടി വന്ന സ്ഥിതിയിലും അവർ എത്തിച്ചേർന്നു. എന്നാൽ ആ ആക്രമണത്തിലും ഇറാൻ മുട്ടുമടക്കിയില്ല. ഇസ്രയേലിൽ ശക്തമായ തിരിച്ചടി തുടർന്നു. ഇസ്രയേൽ ഏറ്റവും വലിയ ഭീഷണിയെ ചൂണ്ടിക്കാട്ടിയ ഫോർദോ ആണവ നിലയത്തിൽ US ആക്രമണങ്ങൾക്ക് കാര്യമായ പരിക്കുണ്ടാക്കാനായിട്ടില്ല എന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയ ഇറാൻ നീക്കവും ഇസ്രയേലിനെയും അമേരിക്കയ്ക്കും നാണക്കേടാവുകയും ചെയ്തു. ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ച് ഖത്തറിലുള്ള US സൈനിക താവളവും ആക്രമിച്ചിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ പരമാധികാര പ്രദേശത്ത് കയറിയുള്ള ആക്രമണത്തിന് കണക്ക് തീർക്കുമെന്ന വാക്ക് ഇറാൻ പാലിച്ചു കഴിഞ്ഞു. അവസാനം ഇസ്രയേൽ വെടിനിർത്തലിന് വഴങ്ങുമ്പോഴും ഇറാൻ അപ്പർ ഹാൻഡ് നിലനിർത്തിയിരുന്നു. അവസാന നിമിഷം ഇസ്രയേലിലെ ബിർഷേബയിൽ 7 നില കെട്ടിടം തകർന്ന മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രയേലിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിക്കുകയായിരുന്നു ഇറാൻ. പഴയ ഇറാനെയല്ല ഇനി ഇസ്രയേലിന് നേരിടാനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടത്തിലേക്കാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ ചെന്ന് വീണിരിക്കുന്നത്.